ഉണ്ണീശോയോടുള്ള നൊവേന ഡിസംബർ 20. മനുഷ്യവംശത്തോടുള്ള സ്നേഹത്താൽ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വഴികാട്ടിയും രക്ഷകനും നാഥനുമായി നൽകിയ കാരുണ്യവാനായ പിതാവേ, അപമാനത്തിൻ്റെ അടയാളമായിരുന്ന കുരിശിനെ മഹത്വത്തിൻ്റെ പ്രതീകമായി അങ്ങ് ഉയർത്തിയല്ലോ. സമാധാനവും സഹായവും കാണാതെ ജീവിത ക്ലേശങ്ങളിൽപ്പെട്ട് അലയുന്ന ഞങ്ങളുടെ ദുഃഖദുരിതങ്ങളാകുന്ന കുരിശുകളെ അങ്ങേ കൃപാകടാക്ഷത്താൽ രക്ഷാകരമാക്കി തീർക്കണമേ. അന്തിമ നിമിഷത്തിൽ ഞങ്ങളുടെ രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിനെ സ്നേഹപൂർവ്വം ചുംബിച്ചുകൊണ്ട് ഈ ലോക ജീവിതം അവസാനിപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഇപ്പോൾ അങ്ങേ സന്നിധിയിൽ വിനീതരായി നിൽക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണയോടെ സ്വീകരിച്ചരുളണമേ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ ലോകത്തെ അങ്ങ് വീണ്ടും രക്ഷിച്ചു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. കർത്താവ് വലിയവനും ശക്തനുമാകുന്നു, അവിടുത്തെ വിജ്ഞാനം അഗാധമാകുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. തകർന്ന ഹൃദയങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു, അവരുടെ മുറിവുകൾ വെച്ചു കെട്ടുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. അലയുന്ന മൃഗങ്ങൾക്കും കരയുന്ന പക്ഷികൾക്കും അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. ബന്ധിതരെ മോചിപ്പിക്കുകയും അനാഥരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. വീഴുന്നവരെ കർത്താവ് താങ്ങുന്നു, വീണവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. എല്ലാവരുടെയും ദൃഷ്ടികൾ പ്രത്യാശാപൂർവം അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങ് കൈ തുറന്ന് അവരെയെല്ലാം സംതൃപ്തരാക്കുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. ആത്മാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റി കൊടുക്കുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ഹോറദോസ് രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അഹ്റോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിനു നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സക്രിയയ്ക്ക് കുറിവീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാകുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവനെ യോഹന്നാൻ എന്നു പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാവും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപേ പോകും. സക്രിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട
എൻ്റെ വചനം അവിശ്വസിച്ചുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സക്രിയയെ കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്രിയയ്ക്ക് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവനെന്തോ ദർശനമുണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിക്കാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേ ജനങ്ങളുടെ ആത്മീയ അന്ധകാരം നീക്കുവാൻ കുരിശിൻ്റെ പ്രകാശം കൊണ്ട് ലോകത്തിൽ വെളിച്ചം പരത്തിയ കർത്താവെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും നിർമ്മല മനസാക്ഷിയോടുകൂടി ജീവിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുരിശിൻ്റെ അടയാളത്താൽ നിങ്ങൾ വിജയം വരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, അങ്ങയുടെ വിശുദ്ധ കുരിശിൽ അഭയം തേടുന്ന ഞങ്ങളുടെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറുമെന്ന് ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ച കർത്താവെ, ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുമായ ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരരെയും ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അരൂപിയാൽ ശിലാഹൃദയത്തെ പോലും മൃദുലമാക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, സ്വാർത്ഥമായി മാത്രം ചിന്തിക്കുകയും കുടുംബസമാധാനം തകർക്കുകയും ചെയ്യുന്നവരിൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമെന്നും അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും അങ്ങയുടെ സ്നേഹചൈതന്യം അവർക്ക് നൽകുകയും ചെയ്യണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയെ കുരിശിൻ ചുവട്ടി നിലകൊണ്ട് വ്യാകുലയായ മാതാവിൻ്റെ യോഗ്യതകളെ ഓർത്ത് ഞങ്ങൾ കേണപേക്ഷിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം തന്നരുളണമെന്ന് വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മളുടെ ഉദ്ദിഷ്ടകാര്യം എന്താണോ അതിവിടെ അനുസ്മരിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങയുടെ നിരന്തരമായ പരിപാലനവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. വഴിതെറ്റിപ്പോയവരെ അങ്ങ് നേർവഴിക്ക് നടത്തണമേ. പാപികൾക്ക് പശ്ചാത്താപവും മരിച്ചവർക്ക് സ്വർഗഭാഗ്യവും നീതിമാന്മാർക്ക് സന്തോഷവും പ്രദാനം ചെയ്യണമേ. പ്രത്യാശാപൂർവം അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ ദയയോടെ കേട്ടരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ തിരുകൽപ്പനകൾ അനുസരിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുകയും സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ദുർമാർഗത്തിൽ ചരിച്ചപ്പോഴെല്ലാം അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലങ്കൈ അവരിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തുവല്ലോ. അങ്ങേ പ്രമാണങ്ങളനുസരിച്ച് പാപമാർഗത്തിൽ നിന്ന് പിന്തിരിയുവാനും അങ്ങനെ അങ്ങയുടെ അനുഗ്രഹത്തിന് അർഹരാകുവാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ.